ഈ എത്നിക് ഫുഡ് എന്താണ്, അതിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്ന് പറയാമോ? നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്ന ഫുഡ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടുത്തെ ട്രൈബൽ സമൂഹങ്ങൾ അല്ലെങ്കിൽ ഗോത്ര സമൂഹങ്ങൾ ഉപയോഗിച്ചിരുന്ന ഒരു കുക്കിംഗ് മെത്തേഡാണ്. അവരെപ്പോഴും സഞ്ചാരികളായിരുന്നു. കാട്ടിൽ ഒരു സ്ഥലത്തും ഇങ്ങനെ ഉറയ്ക്കാതെ ഇവിടെ നിന്ന് ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ ഒന്ന് ആ കാലഘട്ടങ്ങളിൽ പാത്രങ്ങൾ ഉണ്ടായിരുന്നില്ല. രണ്ട് ഉണ്ടെങ്കിൽ തന്നെ അത് കൽപ്പാത്രം, കൽച്ചട്ടി അങ്ങനെയായിരുന്നു. അപ്പം അത് നമ്മൾ ചുമന്നുകൊണ്ട് പോകാന്നുള്ള വലിയൊരു കാര്യം. കാരണം ഇവർ പോകുന്നത് തേനും അതുപോലുള്ള അനുബന്ധ മരുന്നുകളൊക്കെ കളക്ട് ചെയ്യാനായിട്ടാണ് ഇവർ പോകുന്നത്. ഈ സമയത്ത് ഏതെങ്കിലും കാട്ടുമൃഗങ്ങളെ ഏതെങ്കിലും നമ്മളെ ഓടിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഭാരം ഇട്ടുകൊണ്ട് നമുക്ക് ഓടാൻ കഴിയില്ല. ഇത്തരത്തിലുള്ള പ്രയാസങ്ങളുണ്ട്. അപ്പോൾ അന്ന് അവർ ചെയ്തിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സാഹചര്യങ്ങൾക്ക് നമ്മൾ എവിടെ പോകുന്നോ ആ സാഹചര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഫുഡ് തയ്യാറാക്കും. ഇന്ന് നമ്മൾ അത്തരത്തിലുള്ള ഒരു 3 ഫുഡാണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കി. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് കപ്പയുണ്ട്, പിന്നെ ചിക്കനുണ്ട്, ഫിഷ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ചിക്കൻ കല്ലിൽ ചുട്ട ചിക്കൻ എന്ന് പറഞ്ഞിട്ട് അത് മാറിനേറ്റ് ചെയ്ത് ഇവിടെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മണ്ണിൽ വേവിക്കുന്ന ഒരു മീനുണ്ട്. അങ്ങനെ ഒരു രീതിയുണ്ട്. അപ്പോൾ ഇതിൽ 2 എണ്ണത്തിൽ നമുക്ക് ഫയർ നമ്മൾ യൂസ് ചെയ്യില്ല. ബാക്കിയുള്ളതിനൊക്കെയാണ് നമ്മൾ ഫയർ ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ള രീതിയിലെ പോലെ കൂടുതൽ മസാലകൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നില്ല. നമ്മൾ എന്തൊക്കെയാണ് മസാല ഇൻഗ്രീഡിയൻസ്? മെയിൻ ഇൻഗ്രീഡിയൻസ് മുളക്, മല്ലി, മഞ്ഞൾ, ഇതാണ് മെയിനായിട്ട് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത്. ഇത് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം മറ്റു മസാലകൾ നമുക്ക് ഒരു തരത്തിൽ നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അത്തരമുള്ള സാധനങ്ങൾ അവരുപയോഗിക്കുന്നില്ല. പിന്നെ അവരുപയോഗിക്കുന്ന ചില പ്രത്യേക മരുന്നുകളുണ്ട്. ഇപ്പോൾ ചില മല്ലി പോലെ തന്നെയുള്ള കാട്ടിൽ നിന്ന് കിട്ടുന്ന കുറച്ച് നല്ല മെഡിസിൻ വാല്യൂ ഉള്ള മസാലകളുണ്ട്. അതാണ് അവർ യൂസ് ചെയ്യുന്നത്. കപ്പ നമുക്ക് ഇതിനകത്ത് നിറയ്ക്കാൻ പാകത്തിന് വളരെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് മീനാണ് മാരിനേറ്റ് ചെയ്ത് നമുക്ക് എയർ ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്ക് ഇതിൽ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് പറഞ്ഞാൽ? മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ് ചേർത്ത്. നമ്മുടെ വെജിറ്റബിൾ ആണെങ്കിൽ ഓണിയൻ, ടൊമാറ്റോ ഒക്കെ ഇടും. ഇനി നമുക്ക് ചിക്കൻ എടുക്കാം. അപ്പോൾ നമുക്ക് ഈ എത്നിക് ഫുഡിനോടൊപ്പം തന്നെ നമ്മുടെ എത്നിക് സംഗീതമുണ്ട്. ആ സംഗീതം കൂടെ നമുക്കൊന്ന് ആസ്വദിക്കാം ഇതിനോടൊപ്പം. നമ്മുടെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടാപ്പിയോക്ക, കൊള്ളിക്കിഴങ്ങ് പുഴുങ്ങിയത്, ഇത് ഫിഷ് അല്ലേ? നന്നായിട്ടുണ്ട്.